ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൗസീസ് കിച്ചൺ. ഇന്ന് നമ്മളൊരു അടിപൊളി ക്യാരറ്റ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 5 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ക്യാരറ്റ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാരയും ക്യാരറ്റും കൂടിയിട്ട് ക്യാരറ്റിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുന്നുണ്ട്. 5 മിനിറ്റോളം ഞാനിവിടെ ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ പായസം തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു കളർ തന്നെ കിട്ടും പായസത്തിന്. ഇപ്പോൾ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ പാലണ്ട് ഒഴിക്കുന്ന സമയത്ത് കണ്ടില്ലേ നമ്മുടെ പായസത്തിൻ്റെ കളറ്, അടിപൊളി കളർ തന്നെയാണ് കേട്ടോ. നമ്മൾ വല്ലപ്പോഴൊക്കെ ഇതുപോലെ വെറൈറ്റി പായസങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണമല്ലോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പായസത്തിൽ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ ചവ്വരി കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 4 മണിക്കൂറോളം ഇത് കുതിർത്തി വെച്ചതാണ്. ഇത് ഈ സമയത്ത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചവ്വരിയും ക്യാരറ്റും കൂടിയിട്ടൊന്ന് വെന്ത് കിട്ടുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. ഇനി ബാക്കി പഞ്ചസാരയും കൂടി ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഇതൊരു ലൈറ്റ് മധുരമുള്ളൂ. ഒരുപാട് മധുരം വേണ്ടവർക്ക് പഞ്ചസാരയുടെ അളവ് അതിനനുസരിച്ച് മാറ്റം വരുത്താം. ലാസ്റ്റ് ഇതിൽ മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ടത്. കൈവിടാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഒന്ന് കുറുകി വരുന്നവരെ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ പായസം ഒന്ന് ചെറുതായിട്ട് കുറുകിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പായസത്തിൻ്റെ മധുരത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചവ്വരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ്. ഫ്ലെയിം ഓഫ് ചെയ്താൽ കുറച്ച് നേരം കൂടി നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ മേൽഭാഗത്തൊക്കെ പാട കെട്ടിയിട്ട് വരുള്ളൂ. 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കിസ്മിസാണ് ഇട്ട് കൊടുക്കുന്നത്. ഡ്രൈ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കാഷ്യൂ നട്ട്, ബദാം അങ്ങനത്തെ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. 1 ലിറ്റർ പാൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 6-7 ഗ്ലാസ് പായസമൊക്കെയാണ് കിട്ടുക. അടിപൊളി പായസം തന്നെയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്യാരറ്റ് പായസത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ. ഇതുപോലൊക്കെ പായസം ഉണ്ടാക്കുമ്പോൾ ഫീഡ്ബാക്സൊക്കെ അറിയിക്കണേ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. താങ്ക്